ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിലൊരു സ്നേഹവന്ദനം. ഞാൻ കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന അപ്പോൾ തന്നെ ഇന്ത്യക്ക് വേണ്ടി, ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കഷ്ടം സഹിക്കുന്ന നമ്മുടെ കേരളത്തിലെ ജനം, പ്രളയം വളരെ ദുരന്ത ആമയും വിതയ്ക്കുമ്പോഴേ അനവധി ആളുകൾ കണ്ണുനീരിന്റെ നടുവിലൂടെ കടന്നു പോകുമ്പോഴേ നമുക്കവരെ പണം കൊടുത്ത് സഹായിക്കാൻ പറ്റത്തില്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ചവരെ സഹായിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ അവർക്ക് അവരുടെ ആശ്വാസത്തിന് ഒരു വചനം വായിക്കാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 1-ാം വാക്യം. എന്റെ ജനത്തെ ആശ്വസിപ്പിക്കുവിൻ എന്ന് നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട തന്നെ തിരുവെഴുത്താണ്. ആമെ പ്രവാസത്തിൽ കഴിയുന്ന ഇസ്രായേൽ ജനത്തിന് നൽകുന്ന ആശ്വാസത്തിന്റെ സന്ദേശമാണ് പ്രവാചകൻ. അതുപോലെ തന്നെ കഷ്ടതയിൽ കിടക്കുന്ന, സങ്കടത്തിൽ, പ്രളയത്തിന്റെ ദുരിതത്തിൽ കിടക്കുന്ന ജനത്തെ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ആശ്വാസം നൽകട്ടെ എന്നോർത്ത് ഞാൻ പൊതുവായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ എന്നോട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പൊതുപ്രാർത്ഥനയിൽ ഞാൻ മതത്തിന്റെ പ്രാർത്ഥനയല്ല, സംഘടനയുടെ പ്രാർത്ഥനയല്ല. എനിക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം ഞാനത് തിരിച്ചവർക്കും ആ പ്രാർത്ഥന കൊണ്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ എനിക്കും കഴിയണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നത്. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, ഞങ്ങളുടെ കേരളത്തിന് 14 ജില്ലകളിൽ ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്താവേ, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ആമി, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളെ ഞങ്ങൾ 14 ജില്ലകളിൽ കർത്താവേ, 3.25 കോടി ജനങ്ങൾ, തലമുറകൾ എണ്ണത്തിൽപ്പെടാത്തവർ, അന്യസംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന കേരളത്തിനകത്ത് കർത്താവേ, പ്രളയം വലിയ ദുരന്തം ഉണ്ടാക്കി, വലിയ നാശനഷ്ടങ്ങൾ വിതച്ച് അനവധി ആളുകളുടെ വീട് നഷ്ടപ്പെട്ടു, ആടുമാട്, കന്നുകാലികൾ, കർത്താവി, കൃഷിയെല്ലാം നഷ്ടപ്പെട്ട്, ഒരു ആയുസ് മുഴുവൻ സമ്പാദിച്ചതെല്ലാം നഷ്ടപ്പെട്ട് കണ്ണുനീരിന്റെ നടിയിലൂടെ കടന്നുപോകുന്ന വലിയൊരു കൂട്ടം ജനത്തെ ഇന്ന് പകലോർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്താവി, ആശ്വാസം കൊടുക്കണമേ, അവർക്ക് ആശ്വസിപ്പിക്കണമേ. അവരുടെ നഷ്ടങ്ങളെ കർത്താവി ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എന്നാലും കർത്താവിന്റെ കരങ്ങളിൽ കർത്താവി നന്മകളുണ്ടല്ലോ, അനുഗ്രഹമുണ്ടല്ലോ. അവിടെ ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് കർത്താവി ഞങ്ങളുടെ കഷ്ടം അനുഭവിക്കാൻ ജനത്തെ ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവി, ജനം കടന്നുപോകുന്ന ദുരന്ത മേഖലയിൽ അവർക്ക് ആശ്വാസം കൊടുക്കണം. പ്രത്യേകിച്ച് കർത്താവി, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ തുടങ്ങിയ താഴ്ന്ന പ്രദേശങ്ങളെ ഞങ്ങൾ വിവരങ്ങൾ ഏൽപ്പിക്കുന്നത്. പത്തനംതിട്ട ഒക്കെ കർത്താവ് വളരെ ഉൾപ്പെട്ട നാശനഷ്ടങ്ങൾ ഉണ്ടായി, അനേക കെടുതികൾ, അനവധി ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഷ്ടം സഹിക്കും വരെ നടുവിലെ കർത്താവി അവർക്ക് ആശ്വാസ സമാധാനം കൊടുക്കണമേ. വീട് നഷ്ടപ്പെട്ട്, ആടുമാട്, കന്നുകാലികളെല്ലാം നഷ്ടപ്പെട്ട്, ജീവിതത്തിൽ ഉണ്ടാക്കിയ നന്മകളും എല്ലാം നഷ്ടപ്പെട്ടു പോയപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് വെള്ളം വന്ന് കർത്താവിന്റെ സമ്പത്ത് റെക്കാർഡുകളും എല്ലാം, പല കുഞ്ഞുങ്ങളിലും പഠിക്കുന്ന പുസ്തകങ്ങളും അടക്കം എല്ലാം നഷ്ടപ്പെട്ട് കർത്താവി ജീവിതത്തിൽ കഷ്ടം സഹിക്കുന്ന കർത്താവി, ഞങ്ങളുടെ റാന്തിയിൽ കർത്താവിയുള്ള ജനത്തിനായി പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ കർത്താവി എത്തിക്കുകയും, പെരുന്നാടും, കർത്താവി, കൂട്ടുതറ, എരുമേലി പ്രദേശങ്ങൾ, കർത്താവി, കനകപ്പുലം, പ്രദേശങ്ങളൊക്കെ ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവി, പമ്പയാറും മണിവലിയാറും കരകവിഞ്ഞ് ഒഴുകുമ്പോൾ, കോട്ടയത്ത് മീനച്ചിലാർ കരകവിഞ്ഞൊഴുകുമ്പോൾ, ആലപ്പുഴ കർത്താവി വെള്ളത്തിൽ ചുറ്റപ്പെട്ട് കിടക്കുമ്പോൾ കർത്താവി വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ. പ്രാർത്ഥിക്കുന്ന അവിടുത്തെ ജനത്തിന് ആശ്വാസ സമാധാനം കൊടുക്കണമേ. ദുരിതാശ്വാസ ക്യാമ്പുകളായിരിക്കുന്നവർക്ക് ആവശ്യമായ ഭക്ഷണവും കർത്താവി വസ്ത്രങ്ങളും മെഡിസിൻ സൗകര്യങ്ങളും ഡോക്ടേഴ്സും നഴ്സുമാരും ഒക്കെ കർത്താവി സേവനം അവർക്ക് എപ്പോഴും ലഭ്യമാകുവാൻ, രോഗികളായിരിക്കുന്നവരുടെ, പ്രായത്തിലായിരിക്കുന്നവരുടെ, കഷ്ടം സഹിക്കുന്നവരോടൊപ്പം ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നവരുടെ സൗകര്യമാരുണ്ട്. കർത്താവി വയ്യാതെ കിടക്കുന്നവരുടെ, സർജറി കഴിഞ്ഞ് കിടക്കുന്നവരുടെ അവരെയൊക്കെ ദൈവം ആശ്വസിപ്പിക്കണമേ. കർത്താവി എല്ലാം നഷ്ടപ്പെട്ടവരായി ജീവിതത്തിൽ നിരാശയും ദുഃഖവും സങ്കടം അനുഭവിക്കുമ്പോൾ കേരളത്തോട് ദൈവം കരുണ കാണിക്കണം. മനസ്സിന് വെത്തിച്ച് ഇടുക്കിയിലേക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മലയോര മേഖലയിലായിരിക്കുന്ന ജനത്തെ ദൈവം ആശ്വസിപ്പിക്കണം. ഉൾപ്പെട്ടുള്ള നാശനഷ്ടങ്ങൾ ഏറെ സംഭവിക്കുമ്പോൾ അവിടുത്തെ ജനത്തിനു വേണ്ടി ഇന്ന് വളരെയധികം പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ മഹത്വപേറിയ ഇടുക്കി ജില്ലയിൽ വെളിപ്പെടണമേ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. മുല്ലപ്പെരിയാർ ഡാമിനെയും കർത്താവ്, ഇതുപോലെ ഇടുക്കി ഡാമിനെയും കർത്താവ്, അതിനോടനുബന്ധമായ മറ്റെല്ലാ ഡാമുകളെയും, കേരളത്തിലെ എല്ലാ ഡാമുകളെയും ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു. ഹല്ലേലൂയ. കർത്താവ്, ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം കെട്ടി നിൽക്കുന്നതാണെങ്കിലും മനുഷ്യന്റെ ബുദ്ധി കൊണ്ടാണ് ഇതെല്ലാം ഒപ്പിച്ചു വെച്ചിരിക്കുന്നെങ്കിലും അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ കരമുണ്ടല്ലോ. എല്ലാം താങ്ങി നിർത്തും. കർത്താവിന്റെ കരം കൂടിയിരിക്കണമേ. ഹല്ലേലൂയ. കർത്താവ്, ഉൾപ്പെടലുകളും നാശനഷ്ടങ്ങളും ഭൂകമ്പങ്ങളും ഒന്നും ഉണ്ടായി കർത്താവ് അനർത്ഥങ്ങളൊന്നും വ്യസനത്തിന് കാരണമായി തീരാതെ കർത്താവ് അത്ഭുത സൗഖ്യം വിടലും കർത്താവ് കൊടുക്കണമേ. മലയോര മേഖലയിലായിരിക്കുന്ന എല്ലാ ജനത്തെ സൂക്ഷിക്കണമേ. പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ്, ഞങ്ങൾ വീണ്ടും എറണാകുളം ജില്ലയ്ക്ക് വേണ്ടി താഴ്ന്ന പ്രദേശമാണ്. എത്രയും പെട്ടെന്ന് വെള്ളം കയറുന്ന പ്രദേശം കർത്താവ് ജില്ലയുടെ ജനത്തോട് ദൈവം കരുണ കാണിക്കണമേ.
അല്ലൊരു കർത്താവ് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിപ്പിടിക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന നിരവധി ആളുകൾ കണ്ണുനീരിലൂടെ കടന്നു പോകുമ്പോൾ നാളെ ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പോൾ തന്നെ കർത്താവ് സ്തോത്രം. കോട്ടയം ജില്ലയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കോട്ടയം ജില്ലയിൽ കർത്താവ് ശക്തമായി ദൈവസാന്നിധ്യം അയക്കണമേ. പാലാ തുടങ്ങിയ പ്രദേശങ്ങൾ വളരെ വെള്ളക്കെട്ടിലൂടെ കടന്നു പോകുമ്പോൾ ആ ദേശത്തും കർത്താവ് അവിടുത്തെ നീതി വെളിപ്പെടണമേ. മിനച്ചിലാറിൽ കവിഞ്ഞ് ഒഴുകുമ്പോൾ കർത്താവ് അവിടെ ദൈവത്തിന്റെ നീതി വെളിപ്പെടണമേ. കർത്താവ് മഴയ്ക്കൊരു ആശ്വാസം കൊടുക്കണമേ. പ്രാർത്ഥിക്കുകയാണല്ലോ കോട്ടയം ജില്ല മുണ്ടക്കയം പ്രദേശങ്ങളൊക്കെയും കുട്ടിക്കൽ പ്രദേശങ്ങളൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ എല്ലാം ദൈവത്തിന്റെ നീതി വെളിപ്പെടും ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രദേശത്ത് തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടി ഉൾപ്പെടെ സാധ്യത കൂടുതലുള്ള തൃശ്ശൂർ ജില്ലയിലെ കർത്താവ് ശക്തമായി ദൈവ സാന്നിധ്യം വഹിക്കുക, ജനത്തെ സൂക്ഷിക്കണമേ. പ്രാർത്ഥിക്കുകയാണല്ലേ കർത്താവ്. ഞങ്ങൾ പാലക്കാട് ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മഴ കുറവുള്ള പ്രദേശമാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പെയ്ത മഴയ്ക്ക് കർത്താവ് വളരെ വെള്ളം കൂടി പല പാടങ്ങളും വെള്ളത്താൽ നിറയപ്പെട്ട് പലരുടെയും കൃഷികളൊക്കെ നശിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പാലക്കാട് ജില്ലയുടെ ദൈവം കരുണ കാണിക്കണമേ, മനസ്സിരണമേ, ജനത്തോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണല്ലേ കർത്താവ്. ഞങ്ങൾ മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കോഴിക്കോട് ജില്ലയ്ക്ക് വയനാട് ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏത് സമയത്തും എന്ത് സംഭവിക്കാൻ പോലും കർത്താവ് വലിയ മലകളും ഉൾപ്പെട്ട സാധ്യത കൂടുതലുള്ള മുമ്പ് കർത്താവ് പല പ്രാവശ്യം ഉൾപ്പെടലുണ്ടാകേണ്ട അനേക നാശനഷ്ടം സംഭവിച്ച ഈ 3 ജില്ലകളെ ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവമേ അത്ഭുതം ക്ഷണമേ. പ്രാർത്ഥിക്കുകയാണല്ലേ ജനം അനുഭവിക്കുന്ന കഷ്ടതയുടെ നടുവിൽ കർത്താവ് അവർക്ക് ആശ്വാസം സമാധാനം കൊടുക്കണമേ. കണ്ണൂർ ജില്ലയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെ ദൈവത്തിന്റെ നീതിയുടെ കരം വെളിപ്പെടുവാൻ ഞങ്ങൾ യേശുവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. കർത്താവ് വ്യക്തിമാക്കിയ പ്രദേശങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. താഴ്ന്ന പ്രദേശങ്ങളൊക്കെ ഈ വെള്ളത്തിൽ മുങ്ങുമ്പോൾ സ്വർഗത്തിലെ ദൈവമായി തീരദേശവാസികളോട് ഇടവണ കടലോര വാസികളും കർത്താവ് കായലിന്റെ പുഴകളുടെ ആറിന്റെ നദിയുടെ അരുവിയുടെയും തോടിന്റെ കിണറിന്റെ പാടങ്ങളുടെ കർത്താവ് കനാലുകളുടെ കർത്താവ് അരുവികളുടെ അരികിൽ താമസിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഓടകളുടെ അരികിൽ താമസിക്കുന്നവർ പലപ്പോഴും കർത്താവ് വെള്ളക്കെട്ട് കൊണ്ട് വളരെ ദുരന്തം സംഭവിക്കുന്ന ഈ പ്രദേശങ്ങളൊക്കെയും ദൈവത്തിന്റെ നീതിയുടെ കരം വെളിപ്പെടുവാൻ യേശു ക്രിസ്തുവിന്റെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് എന്റെ ജനത്തെ ആശ്വസിപ്പിക്കുകയെന്ന് കർത്താവിന്റെ വചനം പറഞ്ഞല്ലോ. കർത്താവ് ആശ്വാസം കൊടുക്കണം. ജീവിതത്തിൽ നിരാശകളുണ്ട് ഞങ്ങളുടെ വാക്കുകൾ കൊണ്ട് പറഞ്ഞവരെ ആശ്വസിപ്പിക്കുവാനോ അവരെ സമാധാനിക്കുവാനോ കഴിയില്ല. കർത്താവ് വീട്ടിൽ കിടന്നുറങ്ങിയവരൊക്കെ ഒറ്റ രാത്രി കൊണ്ട് കർത്താവ് ദുരിതാശ്വാസ ക്യാമ്പിലെത്തി തിരിച്ചവർ ഭവനത്തിലേക്ക് ചേരുവാൻ കഴിയാതെ പലരുടെയും വീടുകൾ നഷ്ടപ്പെട്ട് ആടുമാട് കന്നുകാലികളെല്ലാം കർത്താവ് നഷ്ടപ്പെട്ട സമ്പത്തെല്ലാം നഷ്ടപ്പെട്ട് നിരാശയുടെ സങ്കടത്തിലൂടെ കടന്നു പോകുന്ന ജനത്തിന് പുനരധിവാസത്തിനായി വഴി തുറന്നു കൊടുക്കണമേ. പ്രാർത്ഥിക്കുന്ന സർക്കാരിനോട് ഇടപെടണമേ. അവരെ ചെന്ന് കണ്ടു കേട്ട് ഫോട്ടോ എടുത്ത് പോരുന്നതിനെ കഴുവരിയായി അവരുടെ അടിസ്ഥാന വിശേഷങ്ങൾ എന്താണെന്ന് പഠിച്ച് അതിന് തക്കതായ നടപടി ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രാർത്ഥി. 2018 വെള്ളത്തിൽ പോലും കർത്താവ് വീടുകാമേ ഇതൊക്കെ നഷ്ടപ്പെട്ടവർക്ക് ഇന്നും വീട് കിട്ടാതെ കിടക്കുമ്പോൾ ഈ 2026 ഉണ്ടായി ഈ പ്രളയത്തിനകത്ത് കർത്താവ് അത് വാക്കാൽ പറഞ്ഞത് കർത്താവ് മാറിപ്പോകാതെ അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങൾ ഇരിക്കുന്നവർ അധികാരങ്ങൾ ഇരിക്കുന്നവർക്ക് കർത്താവ് തക്കതായ സമയത്ത് തന്നെ ഇതെല്ലാം പണി പൂർത്തീകരിച്ചവരെ പുനരധിവസിപ്പിക്കുവാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണല്ലേ കർത്താവ്. കേരളത്തിന് 14 ജില്ലകളിൽ അത്ഭുതം ചെയ്യണമേ. അവിടുത്തെ കരം പ്രവർത്തിക്കണമേ. കഷ്ടം സഹിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ശൈശവത്തിനും ബാല്യത്തിനും കൗമാരത്തിനും യൗവനത്തിനും വാർദ്ധക്യത്തിനും ജാലവൃത്തരും അശരണ യാചകരും ഓർഫനേജിൽ വോൾട്ടേജ് ഹോമിൽ യുവൽക്കും തട്ടവറയിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കർത്താവ് ഈ ദുരന്തത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കും. പല സ്ഥലങ്ങളിൽ കർത്താവ് ഈ കണ്ണുനീരും ദുഃഖങ്ങളും പല ഭവനങ്ങളിലും ആളുകൾ നഷ്ടം വന്നപ്പോൾ കർത്താവ് ഉൾപ്പെട്ട് അനേകം മരിച്ചു. അല്ലെങ്കിൽ അതിന്റെ നടുവിലും ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളുണ്ട്. അവർക്ക് ആശ്വാസം കൊടുക്കണമേ. അല്ലേരിയ കർത്താവ് ഞങ്ങളുടെ ജനത്തെ സൂക്ഷിക്കണമേ. പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ജനത്തിന്റെ കുറവുകൾ, കേരളത്തിന്റെ കുറവുകൾ, പാപങ്ങളെല്ലാം ക്ഷമിച്ച് ജനത്തോട് കരുണ കാണിക്കണം. മനസ്സരിണമേ. പ്രാർത്ഥിക്കുകയാണ്. അല്ലേരിയ അങ്ങനെ മഹത്വീയ കരം കർത്താവ് ഇന്ന് പകൽ വെളിപ്പെടുവാൻ യേശുവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. സകലത്തെ നിയന്ത്രിക്കുന്നവരായി പ്രകൃതിന് മേൽ എത്തിക്കാനുമുള്ള കർത്താവ് ഇന്ന് പകൽ കർത്താവ് മഴയ്ക്കൊരു ശാശ്വതമായ പരിഹാരം നൽകുന്ന പ്രാർത്ഥിക്കുക. കേരളത്തിലാകമാനം മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം ഉയരുന്ന കർത്താവ് വെള്ളം ഇറങ്ങാൻ കഴിയാതെ പല സ്ഥലത്തും കർത്താവ് നിറഞ്ഞ് കവിഞ്ഞൊഴുകുമ്പോൾ യാത്രകൾ വാഹനങ്ങളെല്ലാം തടസ്സപ്പെടുമ്പോൾ അല്ലെങ്കിൽ വഴി യാത്രക്കാരും കർത്താവ് മറ്റ് 2 വീലറിന്റെ ഒക്കെ യാത്ര പലപ്പോഴും വെള്ളക്കെട്ടിൽ വീഴുന്ന അനുഭവങ്ങൾ 4 വീലർ പോലും കർത്താവ് ഓടിച്ചു പോകാൻ കഴിയാത്ത വിധത്തിൽ വളരെ പ്രതിസന്ധികൾ നീളുന്ന ഈ കാലഘട്ടത്തിൽ എൻ്റെ ദൈവത്തിന്റെ കരം പ്രവർത്തിപ്പാൻ അത്ഭുതങ്ങളെ ചെയ്യുവാൻ സൗഖ്യം കൊടുക്കുവാൻ ഞങ്ങൾ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ്. പനിമുഖാന്തരം പലരും രോഗത്താൽ ഭാരപ്പെട്ട് ഹോസ്പിറ്റലിൽ കർത്താവ് വൈറസ് പനികളൊക്കെ ഭാരപ്പെടുന്നു. മഞ്ഞപ്പത്തവോ മറ്റു പ്രയാസങ്ങളോ ടൈഫോയിഡോ ഒന്നും ഉണ്ടാകാതെ കർത്താവ് ജനത്തെ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേരളത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കേരളത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടണമേ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് എല്ലാം നഷ്ടപ്പെട്ട് നിരാശരായി കഴിയുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ ആ ജീവിതം കർത്താവ് അല്ലയോ വളരെ ഭാരത്തോടെ കടന്നു പോവുകയാണ്. അപ്പോൾ തന്നെ കർത്താവ് പണിയെടുക്കാൻ കഴിയാത്ത, പണിക്കുവാൻ കഴിയാത്ത എല്ലാ സ്ഥലങ്ങളും വെള്ളം കയറിക്കിടക്കും. പലരുടെയും പണി നഷ്ടപ്പെട്ട് കർത്താവ് ജോലിക്കുവാൻ കഴിയാതെ പല കുടുംബങ്ങളും ദാരിദ്ര്യ കഷ്ടതയിൽ കടന്നു പോകുമ്പോൾ അതിന്റെ നടുവിലെ കർത്താവ് അവർക്ക് വേണ്ടി നന്മകളെല്ലാം കർത്താവ് ഇത് ഒരുക്കുവാൻ വഴികൾ തുറക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും
ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ 21 സംസ്ഥാനം പല സംസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായി വലിയ മഴ കെടുതി, ആ വലിയ പ്രളയം കർത്താവി നാശം വിതച്ച് അനേക കുടുംബങ്ങൾ നഷ്ടപ്പെട്ട, അനേക ജീവിതങ്ങൾ നഷ്ടപ്പെട്ട്, അനേക ഫാമുകൾ കർത്താവി, കൃഷി കർത്താവി, ഇടങ്ങളും പാടങ്ങളും എല്ലാം നഷ്ടപ്പെട്ട് കർത്താവ് കണ്ണുനീരിലൂടെ കടന്നു പോകുന്ന കർഷകരടക്കമുള്ളവരെ, ക്ഷീരമേഖല അടക്കം ഫാമുകൾ നടത്തുന്നവരെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ചെറുതും വലുതുമായ എല്ലാ വ്യാപാരികളും വ്യവസായികളും വഴിവരെ കച്ചവടക്കാര്യങ്ങൾ ഓർക്കുന്ന കർത്താവി വലിയ നാശനഷ്ടങ്ങൾ അവർ സംഭവിച്ചിരിക്കുമ്പോൾ പെട്ടെന്നുണ്ടായ മഴയിൽ അവരുടെ സാധനങ്ങൾ കർത്താവി എടുത്ത് മാറ്റാൻ കഴിയാതെ കടകളിലെല്ലാം വെള്ളം കയറി അല്ലെങ്കിൽ അതെല്ലാം സാധനങ്ങൾ നഷ്ടപ്പെട്ട് കോടികൾ നഷ്ടം വിതച്ചിരിക്കുന്ന ഈ സന്ദർഭത്തിൽ കർത്താവി, ഞങ്ങളുടെ കർത്താവി ഗവൺമെന്റുകളോട് കേന്ദ്ര ഗവൺമെന്റൊക്കെ ദൈവപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവി നഷ്ടങ്ങൾ നികത്തുവാൻ, അവർക്ക് ആശ്വാസ സഹായങ്ങൾ കൊടുക്കുവാൻ, നഷ്ടങ്ങളെ നികത്തുവാൻ സ്വർഗ്ഗദൈവ അത്ഭുതം ജനമേ അനേക കച്ചവടങ്ങളുടെ കടയിലൂടെ കടമെടുത്ത് വായ്പയുടെ ലോണെടുത്ത് ബിസിനസ് നടത്തി കർത്താവി വെളിയിൽ നിന്ന് കച്ചവടം നടത്തി കർത്താവി ഒറ്റ രാത്രിയുടെ എല്ലാം നശിക്കുമ്പോൾ പിന്നീട് അവരുടെ ജീവിതത്തിൽ എന്തൊരു ആശകൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങളും മാത്രമാണപ്പ. എല്ലാ കർത്താവി ആൾക്കാർ അനവധി വാഹനങ്ങൾ നഷ്ടപ്പെട്ടു, അനവധി കർത്താവി മൃഗങ്ങൾ നഷ്ടപ്പെട്ടു, എല്ലാത്തിനും ദൈവനീതി വെളിപ്പെടുവാൻ പ്രാർത്ഥിക്കുകയാണ്. അല്ലേലൂയ. അനവധി ഭവനങ്ങൾ പട്ടിണിയിലും ദുരത്തിൽ സങ്കടത്തിലൂടെ കടന്നു പോകും, കടലിലൂടെ കടന്നു പോകുമ്പോൾ സ്വർഗത്തെ ദൈവത്തിന്റെ നീതിയുടെ കരം വെളിപ്പെടുവാൻ ഇടയാകണമേ. പ്രവാചകൻ പറഞ്ഞുപോലെ എന്റെ ജനത്തെ ആശ്വസിപ്പിക്കുന്നത് നിങ്ങളുടെ ദൈവം അന്വേഷിക്കുന്ന കർത്താവി കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ജനത്തിന്റെ നടുവിൽ ആശ്വാസന്റെ ഭാരതത്തിൽ സമാധാനം വഹിക്കണമേ. 145 കോടി ജനം കർത്താവി 6 ലക്ഷത്തിലേറെ ഗ്രാമങ്ങളിലായി ആമേ കർത്താവി ജനം കഷ്ടം സഹിക്കുമ്പോൾ കർത്താവർക്കെല്ലാം വിടുതൽ ആശ്വാസമാണ്. പ്രളയം എവിടെ, എപ്പോൾ, എങ്ങനെ, ഏത് സാഹചര്യത്തിൽ ഉണ്ടാകും, അതിന്റെ സ്ഥിതി എന്താ, സാഹചര്യം എന്താണ്, എവിടെയാണ് ഉൾപ്പെടുന്നത്, എവിടെയാണ് നാശനഷ്ടങ്ങളൊന്നും ഞങ്ങൾ അറിയുന്നില്ല കർത്താവി. എന്നാൽ ദൈവമേ കർത്താവി മനുഷ്യൻ അപ്രതീക്ഷിതമായ സമയങ്ങളിൽ ഇരിക്കുമ്പോൾ, ഈ ദുരന്തങ്ങൾ വിതയ്ക്കുമ്പോൾ അതിന്റെ നടുവിൽ നിന്ന് കർത്താവ് ഒരു മോചനത്തിനാടിയും പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗത്തിൽ ഭൂമിക്ക് നാഥനായി ദൈവത്തിന്റെ മഹത്വമേറിയ കരം വെളിപ്പെടുവാൻ യേശുവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. അനവധി പ്രതിസന്ധികൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ അല്ലേലൂയ കർത്താവി എഴുത്തൻ മഹത്വം വെളിപ്പെടണമേ. പരിശുദ്ധന്മാർ വിടവിടുമാറകണമേ. ഭാരങ്ങൾ, പ്രയാസ, സങ്കടങ്ങൾ, ദുഃഖങ്ങളൊക്കെ ഏറെയുണ്ട്. അതിന്റെ നടുവിലും കർത്താവി ആശ്വസിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല കർത്താവി. അവരുടെ ഞങ്ങളുടെ ആശ്വാസം ഒന്നും ആകയില്ലെന്നാൽ കർത്താവി കരയുന്ന കാക്ക കുഞ്ഞിനും അതെന്താ ആഹാരം ഒരുക്കുന്ന ദൈവമേ ഇപ്പോൾ കർത്താവി വിവിധ സ്ഥലങ്ങളിൽ കഷ്ടം സഹിക്കുന്ന ക്യാമ്പുകളിലായിരിക്കുന്നവർക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങളെല്ലാം കൃത്യസമയത്ത് ഒരുക്കുവാൻ അല്ലേലൂയ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവി. ദുരന്ത നിവാരണ സമയ മേഖലയിലായിരിക്കുന്ന ഞങ്ങളുടെ കർത്താവി പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പോലീസും കർത്താവി, എക്സൈസും അതുപോലെ ഫോറസ്റ്റും ഫയർഫോഴ്സും കർത്താവി വിവിധ ഗവൺമെന്റ് വിവിധ കർത്താവി ആളുകൾ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന അല്ലേലൂയ. അപ്പോൾ അതിനെ കർത്താവിന് നേതൃത്വം കൊടുക്കുന്ന ജില്ലാ കളക്ടറുകളായി പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ ഭരണപ്രദേശ പാർട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് MLA-മാരെ, MP-മാരൊക്കെ രംഗത്തിറങ്ങി പ്രവർത്തിക്കാൻ, കൗൺസിലർമാരൊക്കെ പ്രവർത്തിക്കുക, അവരെല്ലാം സൂക്ഷിക്കണമേ പ്രാർത്ഥിക്കുകയാണ്. ഫയർഫോഴ്സിനെ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. സന്നദ്ധ സംഘടനകളെ കർത്താവി സംസ്കാര സംഘടനകളെല്ലാം ഞങ്ങൾ ഓർക്കുകയാണ്. അവരെല്ലാം കർത്താവി സഹായിക്കുമാറാകണമേ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ആവശ്യമായ മെഡിസിൻ, ഡോക്ടർമാരുടെ സേവനങ്ങൾ, നഴ്സുമാരുടെ സേവനമൊക്കെ ലഭ്യമാകുവാൻ കർത്താവി ആ മേഖലയിൽ നല്ല കർത്താവി പ്രത്യേക കരുതലുണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മഴയ്ക്കൊരു ആശ്വാസം കൊടുക്കണമേ. കേരളത്തോട് ഭാരതത്തോട് ഇടപെടണമേ. ജനത്തിലെ അകൃത്യങ്ങൾ ക്ഷമിക്കണമേ, ജനത്തിലെ പാപങ്ങൾ ക്ഷമിക്കണമേ. അല്ലേലൂയ. കർത്താവി ഒരു ആശ്വാസം കൊടുക്കുവാൻ യേശുവിന്റെ കരങ്ങളിൽ ഇത് പകൽക്കാലം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവി 2018 തൊട്ട് ഞങ്ങളുടെ ഭാരതം അനുഭവിക്കുന്ന, കേരളം അനുഭവിക്കുന്ന വലിയ ദുരന്തങ്ങൾ ലോകവ്യാപകമായി നോക്കുമ്പോൾ കർത്താവ് വലിയ പ്രതിസന്ധികൾ നേരിടുന്ന കാലഘട്ടത്തിൽ അല്ലേലൂയ അതിൽ നിന്നൊക്കെ ഒരു മോചനത്തിനായി പ്രാർത്ഥിക്കുന്ന കടലിലൂടെ ആയിരിക്കുന്ന അനവധി ആളുകളുടെ സങ്കടത്തോടെ ആയിരിക്കുന്നവരുടെ കർത്താവി ജീവിതത്തിൽ അല്ലേലൂയ വളരെ പ്രതികൂലം കൊണ്ട് കടന്നു പോകുന്ന അനവധി ആളുകൾ കർത്താവി പ്രളയ മുഖാന്തരം ഒറ്റപ്പെട്ടു പോയ സ്ഥലം കൊണ്ട് ഒറ്റപ്പെട്ടു പോയ കർത്താവി കുടുംബങ്ങളുണ്ട് അല്ലേലൂയ. അവരെല്ലാം കർത്താവി ഈ ദിവസങ്ങൾ കർത്താവ് ശക്തീകരിക്കും ബലപ്പെടുത്തി ചെയ്യുമാറാകണമേ പ്രാർത്ഥിക്കുകയാണ്. അല്ലേലൂയ. കർത്താവ് അതുപോലെ ലോകരാജ്യങ്ങളിൽ പല സ്ഥലത്തും വെള്ളക്കെട്ടിന്റെ അനുഭവങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കർത്താവ് ചൈനയടക്കമുള്ള പ്രദേശങ്ങളിൽ കർത്താവ് രാജ്യങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ വലിയ ദുരന്തങ്ങൾ സംഭവിച്ചു, വലിയ പ്രതിസന്ധികൾ നേരിട്ട് കർത്താവ് വലിയ പ്രളയം ഉണ്ടായി, അവിടെയൊക്കെ വലിയ നാശനഷ്ടങ്ങൾ. അങ്ങനെ ലോകത്തിന്റെ 7 ഭൂഖണ്ഡങ്ങളും ഈ ഒരു ദൈവത്തിന്റെ നീതി വെളിപ്പെടണമേ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് തെക്കേ അമേരിക്കയും വടക്കേ അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങൾ, ഏഷ്യൻ രാജ്യങ്ങൾ, ആഫ്രിക്കൻ, വെസ്റ്റേൺ, അന്റാർട്ടിക് രാജ്യങ്ങളിലായി കർത്താവ് വെള്ളപ്പൊക്കം, ജലപ്രളയം, കർത്താവ് കെടുതികളുണ്ട്, പോതിനെ മഞ്ഞും കൊണ്ട് കർത്താവ് ഭാരപ്പെടുന്ന സ്ഥലങ്ങളുണ്ട്. വിവിധ പ്രതിസന്ധികൾ ഓരോ രാജ്യങ്ങളും അനുഭവിക്കുമ്പോൾ കർത്താവ് ലോകത്തിൽ 800 കോടി ജനത്തിന് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഇതൊരു ദുരന്തമാണ്. കർത്താവ് ഈ ദുരന്ത മേഖലയുടെ ആശ്വാസം ജനത്തിൽ കൊടുക്കണമേ, സമാധാനം കൊടുക്കണമേ, സ്വസ്ഥത കൊടുക്കണമേ. അല്ലേലൂയ. കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ഇടയാകണം. പ്രത്യേകിച്ച് കർത്താവ് അനവധി ആളുകളായി രോഗികളായി ഹോസ്പിറ്റലിലും കർത്താവ് മറ്റ് സ്ഥലങ്ങളും ഭവനങ്ങളും ഒക്കെ ആയിട്ട് കഴിയുന്നവരുണ്ട്. അവരൊക്കെ ആശ്വാസമായ വഴിയോരത്ത് കിടക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ആശ്വാസമില്ലാതെ ഒരു സഹായമില്ലാതെ വളരെ കർത്താവ് ഭാരപ്പെടുന്നവരോടൊപ്പം തലയായിപ്പാണ്ടമില്ലാതെ കിടക്കുന്നവർ ഹല്ലേലൂയ. അതിന്റെ നടുവിൽ കർത്താവ് അത്ഭുതം ചെയ്യണമേ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് സ്വന്തം വീട് നഷ്ടപ്പെട്ട് കർത്താവ് കരക്കേറി
കിടക്കാൻ ഇടമില്ലാതെ കഷ്ടപ്പെടുന്ന ഏറെയാണ്. അവരുടെ എല്ലാ ദൈവമേ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യണമേ. എല്ലാ ഭാരങ്ങളെയും മാറ്റണമേ. പ്രാർത്ഥിക്കും മഴക്കാലം സംബന്ധിച്ച് കർത്താവ് പ്രാർത്ഥിച്ച പോലെ കർത്താവ് മഞ്ഞപ്പിത്തങ്ങളോ വൈറസുകളോ പനികളോ പകർച്ചവ്യാധികളോ കർത്താവ് ടൈഫോയിഡോ അങ്ങനെയുള്ള ന്യൂമോണിയ പോലുള്ള വിവിധ അസുഖങ്ങൾ പലപ്പോഴും കർത്താവ് കടന്നുപിടിക്കാൻ സാധ്യതയുണ്ട്. അതൊന്നും ഉണ്ടാകാതെ കർത്താവ് ഞടമേ കർത്താവ് ജനത്തിന് വേണ്ടി ആരോഗ്യ ബലം കൊടുക്കണമേ. കർത്താവ് ഓടകളും തോടുകളും ഒക്കെ നിറഞ്ഞു കവിഞ്ഞ് കർത്താവ് എല്ലാ അഴുക്ക് വെള്ളങ്ങളും റോഡിലെ കിണറുകളും കുളങ്ങളും എല്ലാം നിറഞ്ഞു കിടക്കുമ്പോൾ കർത്താവ് ഞങ്ങൾ ഈ വെള്ളം കുടിച്ച് അതിലൂടെ പോലും അണുക്കൾ പ്രവേശിപ്പാനൊക്കെ സാധ്യതകളുണ്ട്. കർത്താവ് എല്ലാ മേഖലയും ദൈവത്തിന് കരുത കൂടിയിരിക്കുവാൻ കർത്താവ് ഈ മനുഷ്യനും അധികാരികളും ഭരണ സംവിധാനങ്ങളെല്ലാം വേണ്ടുന്ന ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്നെങ്കിലും ദുരന്ത മേഖലയിൽ പ്രവർത്തിക്കുന്നതിലൊക്കെ ഓരോ കരുതൽ എടുക്കുന്നുണ്ടെങ്കിലും കർത്താവ് അങ്ങ് ഞങ്ങളെ സൂക്ഷിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്കൊന്നുമില്ല. കർത്താവ് അല്ലെങ്കിൽ ഞങ്ങളുടെ കേരളത്തോട് കരുണ കാണിക്കേണ്ട, ഭാരതത്തോട് കരുണ കാണി, ലോക രാജ്യങ്ങളോട് കരുണ കാണിക്കണമേ. ജനം ചെയ്തു പോയ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും പാപങ്ങളും ക്ഷമിക്കണമേ. പ്രാർത്ഥിക്കുകയാണ്. അവഗ്രഹിക്ക് നോക്കി പ്രകാശത്തിൽ അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതില്ല എന്ന് സംഗീതനകാരം വായിക്കുന്ന പോലെ ദിവസങ്ങൾ കർത്താവ് ജന ദൈവത്തെ ഗ്രഹിക്ക് മടങ്ങി വരും. മദ്യവും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളും സുലഭമായി കുടിച്ചും കർത്താവ് വരിച്ചും ജീവിതം തകർന്നു കിടക്കുന്ന അനുഭവത്തി ആളുകളുടെ തകർന്നു കിടക്കുന്ന അനുഭവത്തി കുടുംബങ്ങൾ, കനവിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങൾ, വേദനയെ അനുഭവിക്കുന്ന കുടുംബങ്ങൾ കർത്താവ് വിവിധ കർത്താവ് സാഹചര്യങ്ങളുടെ കഷ്ട സഹിക്കുന്ന അനുഭവത്തി കുടുംബങ്ങൾ എണ്ണിയാലൊടുങ്ങാത്ത പ്രതിസന്ധികൾ ജീവിതത്തിൽ നേരിടുമ്പോൾ അതിനെതിരെ കർത്താവ് ജനം മടങ്ങി വന്ന ദൈവഭയമുള്ളവരായി തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന. പ്രവാസത്തിന് മടങ്ങി വന്ന ജനത്തെ കർത്താവിയോട് ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ കരമല്ലേലൂയ. ഇപ്പോൾ കഷ്ടതയുടെ കടന്നു പോകുന്ന ജനത്തിന് സമാധാനം, സന്തോഷം, സ്വസ്ഥതയും കർത്താവിന് കൊടുക്കണമേ. പ്രാർത്ഥിക്കുകയാണെന്ന് പകൽക്കാൻ പൊതുവായി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ മേഖലയുള്ള ജനത്തിനായി ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിലോട്ട് കൊട്ടായത്തിൽ പാർക്കുന്ന എല്ലാവരും കർത്താവി നിറം നോക്കാതെ കർത്താവിയുടെ സൗന്ദര്യം നോക്കാതെ പാരമ്പര്യം പണം നോക്കാതെ അവർ കർത്താവി ഹല്ലേലൂയ എല്ലാവരും ഒന്നിച്ച് ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ എല്ലാ രാഷ്ട്രീയപാർട്ടികളും, എല്ലാ സന്നദ്ധ സംഘടനകൾ, എല്ലാ മതങ്ങളും ഒരുക്കണമേ. അനേക പള്ളികൾ തുറന്നു കൊടുത്ത്, അനേക മോസ്കുകൾ തുറന്ന്, അനേക അമ്പലങ്ങൾ പല സ്ഥലങ്ങൾ തുറന്നു കൊടുത്ത്, അനേക ആളുകൾ അനേക വീടുകൾ തന്നെ വിട്ടുകൊടുത്തിരിക്കുന്നു കർത്താവ്. അനേക ഓഡിറ്റോറിയങ്ങൾ ദേശത്തിനായി കൊടുത്തിരിക്കുന്നു കർത്താവ്. എവിടെയെല്ലാം ദൈവത്തിന്റെ നീതി വെളിപ്പെടണമേ. മനുഷ്യരാവുന്ന സഹായം പരസ്പരം ചെയ്യുവാനും കർത്താവ് സഹായിപ്പാനും ഒക്കെ ഈ കാലഘട്ടങ്ങളിൽ ഒരുക്കണമേ പ്രാർത്ഥിക്കുന്നില്ല. കർത്താവ് ഞങ്ങളുടെ കേരളത്തിന്റെ സ്ഥിതികൾ ഭാരത പൂർണ്ണസ്ഥിതിയിലേക്ക് മടങ്ങി വരുവാൻ എല്ലാവരും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും ജനം മഴയെ ഭയപ്പെടുമ്പോൾ കർത്താവ് ഞങ്ങളുടെ കേരളത്തിലെ എല്ലാ പുഴകളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ എല്ലാ പുഴകളും നദികളും ആറുകളും തോടുകളും എല്ലാം ദൈവം നിയന്ത്രിക്കണമേ. ഇനി ഒരു പ്രളയം ഉണ്ടാകാതെ കർത്താവ് സൂക്ഷ്മതയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ ഞങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമർപ്പണങ്ങൾ എൻ്റെ കർത്താവിന്റെ കരം പ്രവർത്തിപ്പാൻ ഇടയാകണമേ. പരിശുദ്ധാത്മാവ് അത്ഭുതം ചെയ്യണമേ പ്രാർത്ഥിക്കുകയാണ്. കാറ്റിന്മേലും കർത്താവ് പ്രകൃതിമേലും കടലിന്മേലും അധികാരമുള്ളവൻ കർത്താവ് സകലത്തെ നിയന്ത്രിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ തടാകത്തെ നിർവഹിച്ച നഗരാണ്ടത്തിലൂടെ ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ അടക്കി വരിക്കുന്ന സർവശക്തന് സർവ്വജ്ഞാനീയമായ ദൈവമേ ഹല്ലേലൂയ. കർത്താവിയുടെ അത്ഭുതം ചെയ്യണമേ, സൗഖ്യം കൊടുക്കണമേ. ഇപ്പോൾ കർത്താവ് കണ്ണിലൂടെ കടന്നു വന്ന യുവതികളുടെ എത്രയും വെള്ളം ഇറങ്ങി കർത്താവിന്റെ ഭവനത്തിലേക്ക് മടങ്ങിച്ചിട്ടുണ്ട്. പല സ്ഥലത്ത് റോഡില്ല, വല്ലത്തും കർത്താവ് മരകൾ ഇടിഞ്ഞു വീണ് പലതും നഷ്ടപ്പെട്ട് കർത്താവ് പല സംഘടനകൾ കടന്നു പോകുന്നവരുടെ കർത്താവ് ദുരന്ത മേഖലയിലായിരിക്കുന്ന എല്ലാവരും സൂക്ഷിക്കണമേ. താഴ്മേലായി സൂക്ഷിക്കണമേ. പ്രാർത്ഥിക്കുന്ന കർത്താവ് ലോകമ്പാടുള്ള ജനത്തെ സൂക്ഷിക്കണമേ. സകല ജനങ്ങളും പ്രാർത്ഥനയ്ക്ക് മടങ്ങി വരുവാ കർത്താവ്. ഹിന്ദു എന്ന മുസ്ലിം എന്ന ഇസ്ലാം എന്ന കർത്താവ് ബുദ്ധമത ജൈനമതക്കാരനെന്ന കർത്താവ് മറിച്ചുമതക്കാരൻ നോക്കാതെ എല്ലാവരും കർത്താവ് സഹോദരങ്ങളാൽ തിരിച്ചറിവോടെ എല്ലാവരും കടന്നു വന്ന് ഒന്നിച്ച് പരസ്പരം സഹായിക്കാനും സ്നേഹിക്കുവാനും പ്രാർത്ഥിക്കുവാനും കർത്താവ് ഈ കൈത്താകൾ കൊടുക്കുവാനും അന്യൊരു ഭാരങ്ങളെ ചുമക്കുവാനും എല്ലാ ജനത്തെ ഒരുക്കണമേ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽ കർത്താവിയുടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ നീതിയുടെ കരം നീട്ടുവാനും പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങളെ ചെയ്യേണ്ടതുമായി പ്രാർത്ഥിക്കുന്ന കർത്താവ്. വളരെ കഷ്ടതയിൽ കടന്നു പോകുന്ന ജനിക്കളുടെ സാമ്പത്തിക കടബാധ്യതയുടെ കർത്താവ് ഇതെല്ലാം വിടുവിക്കണമേ. പ്രത്യേകിച്ച് കർത്താവ് ജലപ്രളയം മുഖാന്തരം കോടിക്കണക്കിന് രൂപ കേരളത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്ന കർത്താവ് കോടിക്കണക്കിന് നാശനഷ്ടം വിതച്ചിരിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ ദൈവം ഇടപെടണമേ പ്രാർത്ഥിപ്പോ. അല്ലൊരു ഇതൊക്കെ നടക്കുമോ കർത്താവ് ഗവൺമെന്റ് കണ്ണടച്ചിരിക്കാതെ കോടിക്കണക്കിന് യുദ്ധായുധങ്ങളും അണുവായുധങ്ങളും വാങ്ങിക്കൂട്ടും പോകുമ്പോൾ വാങ്ങിക്കൂട്ടുമ്പോൾ കർത്താവ് സാധാരണക്കാരായി ജനത്തിന് കർത്താവ് കഷ്ടതയ്ക്ക് അവരെ സഹായിപ്പാൻ കർത്താവ് ഗവൺമെന്റുകളെ ഒരുക്കണമേ, കേന്ദ്ര ഗവൺമെന്റ് ഒരുക്കണമേ പ്രാർത്ഥിക്കുന്നപ്പോൾ. അല്ലൊരിയ എല്ലാ മേഖലയിലും കർത്താവ് ഇസ്ലാമിക സഹായങ്ങൾ എത്തണമായി പ്രാർത്ഥിക്കുന്നപ്പോൾ എല്ലാ മേഖലയും സഹായം എത്തുവാൻ അവിടെ വലിപ്പ ചെറുപ്പം നോക്കാതെ ജാതി നോക്കാതെ എല്ലാവരും ഒരുപോലെ കണ്ടിച്ച് രാഷ്ട്രീയം നോക്കാതെ ഒന്നിച്ച് പ്രവർത്തിപ്പാൻ കർത്താവ് കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് കർത്താവ് തീരദേശം എല്ലാം സൂക്ഷിക്കണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ നദികളും പുഴകളും ആറുകളിലൊക്കെ മണലുകൾ വന്ന് കെട്ടി കുമിഞ്ഞ് കൂടിക്കിടക്കുന്ന കർത്താവ് അത് വാരുവാൻ കഴിയാതെ അത്
വാരിയെടുക്കുക. സർക്കാർ വേണ്ടി നേതൃത്വം കൊടുക്കുക, സർക്കാരിന് വേണ്ടി സമ്മതം കൊടുക്കാതെ കർത്താവ് എല്ലാ പുഴകളും മണൽ കൊണ്ട് നിറഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഈ ഉൾപ്പെടലൊന്നും മലവെള്ളപ്പാച്ചിന് വരും, വെള്ളത്തിന് ഒഴുകിപ്പോകാൻ സഹായമില്ലാതെ ഭാരപ്പെടുന്നത് മുഖാന്തരം കർത്താവ് വെള്ളം റോഡിലൂടെ പാടങ്ങളിലെ കയറി ദേശത്ത് മുഴുവൻ വെള്ളപ്പൊക്കം പ്രളയം ഉണ്ടാകുമ്പോൾ അധികാരികളെ ഹൃദയങ്ങൾ ദൈവത്തിന്റെ ആത്മാവിന്റെ നദികളും പുഴകളും മാറുകളൊക്കെ കുഞ്ഞുകൂടി കിടക്കുന്ന മണലുകളെല്ലാം വാരി മാറ്റുവാനും കർത്താവിന്റെ രാജ്യം കർത്താവിന്റെ കേരളം സമാധാനത്തിലേക്ക് വരുവാൻ ഈ പ്രളയത്തെ പ്രതിരോധിക്കേണ്ട എല്ലാ നടപടികളും നടക്കണ്ടായി പ്രാർത്ഥിക്കുന്നു. രാപകലില്ലാതെ കുറക്കള ചെയ്യുന്ന അധികാരികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അല്ലേലിയ കർത്താവിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ 2 വീലും 3 വീലും 4 വീലൊക്കെ യാത്ര ചെയ്യുന്നവർ, ഹെവി വാഹനം ഓടിക്കുന്നവർ, അല്ലേലിയ കർത്താവ് ഗീത മേഖല കടന്നുപോയി ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്വാമി പല സ്ഥലത്ത് പോയി തേച്ച് മടങ്ങി വരാൻ കഴിയാതെ പ്രളയം മുഖാതെ ഭാരപ്പെടുന്നവർ എല്ലായിടത്തും കർത്താവിന്റെ കരുതൽ കൂടിയിരിക്കുവാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ ഇത്രത്തോളം നടത്തിയിട്ട് പരിപാലിച്ചിട്ട് സൂക്ഷിച്ചിട്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കർത്താവ് വലിയ ശുദ്ധീകരണത്തെ വഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. അല്ലേലിയ സകല ജനത്തിന് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടണമേ. ആരും നിരാശയും ദുഃഖിതരുമായി തീരെഴുതി പ്രാർത്ഥിക്കുന്ന കർത്താവെ, കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവമേ, കർത്താവെ ശോധന കണ്ണുനീര് കാണുന്ന ദൈവമേ, ഹൃദയത്തെ ഞരക്കം പോലും അറിയുന്ന ദൈവമേ, കർത്താവെ കേരളത്തോട് തീറ്റപ്പെടണമേ, പ്രകൃതിക്ക് ഒരു ശാന്തത കൊടുക്കണമേ. മുൻകാലങ്ങളെക്കാളൊക്കെ എത്രയോ പ്രകൃതി പ്രകൃതി ദുരന്തം വിതയ്ക്കുന്നതിന്റെ നിലവില് കർത്താവ് അത്ഭുതം ക്ഷണമേ പ്രാർത്ഥിക്കുന്ന പാഴക്കൽ മത്സ്യബന്ധന കടന്നുപോയി അവരെ എന്തെങ്കിലും സൂക്ഷിക്കും പരിപാലിക്കുന്നതായി പ്രാർത്ഥിക്കുന്നു. അല്ലേലൂയ കർത്താവ് സ്ഥിരമേഖലയിലായിരിക്കുന്ന എല്ലാം സൂക്ഷിക്കണമേ. സഹകരണ മേഖല, പൊതുമേഖല, ആരോഗ്യ, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖല, കർത്താവ് ഇങ്ങനെ വിവിധ എല്ലാ മേഖലയിലും വായിക്കാൻ ജനത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ നീതിയുള്ള കരം വെളിപ്പെട്ട് കാണുവാൻ യേശുവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. ദുഃഖത്തിലായിരിക്കുന്ന ഈ കുടുംബങ്ങളുടെ സങ്കടപ്പെടുന്നവരുടെ വേദനയിരിക്കുന്നവരുടെ അവർക്കെല്ലാം സമാധാന സന്തോഷവും കൂടെ പ്രത്യേകിച്ച് 4 ജില്ലകളെ ഞങ്ങൾ ഈ സമയത്ത് വീണ്ടും ഉറക്കുന്ന കർത്താവെ, സമാധാനം പകരണമേ, സ്വസ്ഥത പകരണമേ. കർത്താവെ നിരാശപ്പെട്ടു പോകാൻ ആരെയും അനുവദിക്കുന്നു പ്രാർത്ഥിക്കുന്നപ്പ എല്ലാം നഷ്ടപ്പെട്ട ഏറെ ജനം കർത്താവിയുടെ കണതിന് മറുപടി നൽകുവാൻ സ്വർഗത്തിലെ ദൈവത്തോടെയും പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലയും 4 ജില്ലകൾ അത്ഭുതം 29 സംസ്ഥാനം 7 കേന്ദ്രപ്രദേശം ദൈവത്തിന്റെ നീതി വെളിപ്പെടണമേ പ്രാർത്ഥിക്കുകയാണ്. പലരും കർത്താവി പല സമയം യാത്ര ചെയ്ത് തിരിച്ചു വരാൻ കഴിയാതെ ഭാരപ്പെടുന്നുണ്ട്. പലരുടെ കർത്താവി വാഹനങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതിന്റെ നടുവിലും കർത്താവി ജനത്തെ കരുതണമേ പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രളയകാലത്ത് ഘട്ടത്തിൽ കർത്താവ് വളരെ സൂക്ഷ്മതയോടെ യാത്രകൾക്ക് ഒഴിവാക്കി മഴയുടെ സ്ഥിതി അറിയാത്തതുകൊണ്ട് കർത്താവ് എന്ത് സംഭവിക്കും അറിയാത്തതുകൊണ്ട് എല്ലാ ഭവനങ്ങളിൽ സ്വസ്ഥമായി വിശ്രമിക്കുവാനും കർത്താവി ഒരു മുൻകരുതൽ അതുപോലെ മാറി താമസിക്കുവാനും ഒക്കെ ദൈവരിക്കണമേ പ്രാർത്ഥിക്കപ്പാ. സകലത്തിനുമേൽ ദൈവത്തിന് നീതിയെ വെളിപ്പെടുവാൻ യേശു കർത്താവിന്റെ കരങ്ങളിൽ അടിയൻ വിഷയത്തെ ഫലമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവി അവിടുത്തെ നീതി വെളിപ്പെടണമേ, പരിശുദ്ധമായി ഇടപെടണമേ പ്രാർത്ഥിക്കുകയാണ്. കർത്താവി വിവിധ രോഗത്താൽ ഭാരപ്പെട്ട് ഭവനങ്ങളും ആശുപത്രിയിലൊക്കെ അഭയം പ്രാപിച്ചിട്ടുണ്ട്. കർത്താവി അവർക്ക് ആശ്വാസം സമാധാനം കൊടുക്കണമേ. പലരുടെയും കർത്താവി ശസ്ത്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്ന കർത്താവി ഐസിയിലും വെന്റിലേറ്ററൊക്കെ ആയിരിക്കുന്നവരുടെ കർത്താവി അല്ലൊരു അവർക്കെല്ലാം സമാധാന സ്വസ്ഥതയും കൊടുക്കണമേ പ്രാർത്ഥിക്കാനപ്പാ. അല്ലൊരിയ കർത്താവി മറ്റ് സ്ഥലത്തും കർത്താവി നാട്ടുകളായി ഞങ്ങളുടെ കേരളത്തിൽ വന്ന് പാർക്കുന്നവർ അനുഭൂതി അവർക്ക് സ്വന്തമായിട്ട് കിടക്കാൻ ഒരു ഭവന്റെ വഴിയോരങ്ങളിലും പറമ്പുകളൊക്കെ അഭയം പ്രാപിച്ച് ഉറങ്ങുന്നതാണ് അനുഭൂതി മക്കളുടെ കർത്താവി. അവരുടെ ദൈവം കരുണ കാണിക്കണമേ, അവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ സൂക്ഷിക്കണമേ പ്രാർത്ഥിപ്പാൻ. മരണസംഖ്യ ഒന്ന് ഉയരുവാൻ, രോഗികളുടെ എണ്ണം വർദ്ധിക്കുവാട്ടേക്കാതെ കേരളത്തിന്റെ സമാധാനത്തിനാടി പ്രാർത്ഥിക്കുന്ന കേരളത്തിന്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കേരളത്തിന്റെ കർത്താവി സംരക്ഷണത്തെ കർത്താവിയോട് ഏറ്റെടുക്കണമേ. ജനത്തിന്റെ കുറവുകളെല്ലാം ക്ഷമിക്കുമാറാകണമേ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പലരുടെയും പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ മഹത്വം വെളിപ്പെടണമേ. അല്ലൊരു ദാവീദ് പറഞ്ഞതുപോലെ കർത്താവി എനിക്ക് മുട്ടുണ്ടാകില്ലെന്ന് പറഞ്ഞ പോലെ കർത്താവി ദിവസങ്ങളിൽ ഞങ്ങളുടെ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന എല്ലാ ജനത്തെയും മുട്ടുകൾ തീർക്കേണ്ട ആവശ്യമായ നന്മകൾ കൊടുക്കണമേ. എത്രയും പെട്ടെന്ന് അധിവാസം കർത്താവിൽ പുനഃസമയം കർത്താവ് ഉണ്ടാകുവാൻ അത് വെറും പേപ്പറിൽ ഒതുങ്ങാതെ വാക്കുകൾ ഒതുങ്ങാതെ അത് പറഞ്ഞ മീഡിയയുടെ മുമ്പിൽ മാത്രം അവതരിപ്പിക്കുന്നതായി മാറാതെ കർത്താവി ദുരന്ത മേഖലയിലായിരിക്കുന്നവർക്ക് പുനരധിവാസങ്ങളുടെ ക്രമം എത്രയും പെട്ടെന്ന് ചെയ്തെടുപ്പാൻ അല്ലൊരു ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് വിദേശത്തുള്ള സഹായം ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രതീക്ഷയൊക്കെ ചെയ്യുന്നപ്പോൾ എല്ലാ മേഖലയിലും കർത്താവി സഹായം കേരളത്തിന് വേണ്ടി കേരളത്തിലെ ജനത്തെ ദൈവം താങ്ങി നിർത്തണമേ, തകർത്തോട്ടയാകരുതെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾ കർത്താവി സകല ജനങ്ങൾ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരുവാൻ, പ്രാർത്ഥനാ ജീവിതത്തിൽ മടങ്ങി വരാൻ, ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് തെറ്റുകൾ തിരുത്തി മടങ്ങി വന്ന് മനുഷ്യൻ കർത്താവി ജീവിതത്തെ ക്രമീകരിക്കുന്ന യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. എല്ലാ ദുഷ്ടശക്തിയും പിടിക്കണേ. സാത്താന്യ ശക്തികൾ, സാത്താന്റെ തന്ത്രങ്ങൾ, സാത്താന്യ ആചാരങ്ങൾ, സാത്താന്യ കർത്താവി
ആലയങ്ങളെല്ലാം പെരുകി മനുഷ്യനെ പാപത്തിലേക്ക് തള്ളിയിട്ട് കർത്താവെ മനുഷ്യൻ മുഴുവൻ ദൈവത്തിനകന്ന കർത്താവെ ദൈവമായി ബന്ധമില്ലാതാകുമ്പോൾ ഇതുപോലെ പ്രകൃതി ദുരന്തങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കടന്നു വരുമ്പോൾ ഇനിയെങ്കിലും കർത്താവെ ജനം മാനസാന്തരപ്പെടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല പേര് ദൈവത്തിനെ നീതിയുള്ള കരം വെളിപ്പെടണമേ. ഞങ്ങളുടെ മഹത്വം ഈ ഒരു കരം വെളിപ്പെടുത്തിയാട്ടെ കർത്താവ്. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കും ഞങ്ങളുടെ വിദേശത്തുള്ള പ്രിയപ്പെട്ടവരുണ്ട് കർത്താവ്, അവരെ അവിടെ സൂക്ഷിക്കാൻ പരിപാലിക്കണമെന്ന് വിദേശത്തുള്ള പ്രിയ കർത്താവിടെ അവിടുത്തെ വിദേശത്തുള്ളവർ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം ദൈവം സൂക്ഷിക്കാൻ പരിപാലിക്കുന്ന നാട്ടിൽ കടന്നിട്ട് ആഗ്രഹിച്ച പലർക്കും കടന്നിട്ട് കഴിയാതെ ഭാരപ്പെടുന്നു. ഇവിടുന്ന് കടന്നു തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിനും പന്നും ഭാരപ്പെടുന്നു കർത്താവ്. അങ്ങനെ കഷ്ടം സഹിക്കുന്ന 30 ആളുകൾ അപ്പം ഞങ്ങൾ പ്രാണിൻ്റെ സ്കൂളും കോളേജും ക്യാമ്പസും എല്ലാം അടച്ചിരിക്കുന്ന കർത്താവ് ഒരു ദിവസം എല്ലാം തുറന്ന് പ്രവർത്തിക്കോട്ടെ ആകണമേ. അല്ലൊരു ആ മേഖലയിലൊക്കെ ദൈവത്തിന് പ്രവൃത്തി വെളിപ്പെടാൻ വിദ്യാഭ്യാസ മേഖലയിൽ ദൈവത്തിന് നീതിയുടെ കരം വെളിപ്പെടണമേ. അങ്ങനെ മഹത്വം ഈ ഒരു കരം വെളിപ്പെടാൻ പരിശുദ്ധമായി ഇടപെടണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു കൂടി കർത്താവ് ഈ കേരളത്തിലെ ജനത്തിനായി, ഭാരതത്തിലെ ജനത്തിനായി, ലോകരാജ്യം ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. വചനം വായിച്ചതുപോലെ എൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുവിൻ എന്ന് നിങ്ങളുടെ ദൈവം അരുളിച്ചെന്ന് പറഞ്ഞ പോലെ ആമേ പ്രവാസിലായി ജനത്തിന് മടങ്ങി ഒരു ആശ്വാസ സന്ദേശം പ്രവാചകൻ കൊടുത്ത പോലെ കഷ്ടം സഹിക്കുന്ന സകല ജനത്തിന് വേണ്ടി അടി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗത്തെ വിടിവിക്കണമേ. സകല മുഖത്ത് വിടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.